കൊളസ്ട്രോള് ഇന്ന് പല ആളുകൾക്കും ഒരുപാട് സംശയങ്ങളുള്ള അല്ലെങ്കിൽ പല ആളുകളും അനുഭവിക്കുന്ന ഒരു പ്രയാസം കൂടിയാണ് കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളുണ്ട്. ഡോക്ടറെ, ഞാൻ കൂടുതൽ ഇറച്ചും മീനൊന്നും കഴിക്കുന്നില്ല, പക്ഷെ എന്നിട്ടും എനിക്ക് കൊളസ്ട്രോൾ വന്നു. ഞാൻ മുട്ട കഴിച്ചിട്ട് തന്നെ എത്ര കാലമായി, പക്ഷെ എനിക്ക് കൊളസ്ട്രോൾ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് വരുന്നത്? അല്ലെങ്കിൽ ഞാൻ കൂടുതൽ എക്സസൈസ് ചെയ്യാറുണ്ട്, എനിക്ക് ടെൻഷനൊന്നുമില്ല, എന്നിട്ട് കൊളസ്ട്രോൾ കൂടുന്നുണ്ട്. അങ്ങനെയുള്ള പല സംശയങ്ങൾ. എന്തുകൊണ്ടാണ് കൊളസ്ട്രോൾ കൂടുന്നത്? അല്ലെങ്കിൽ അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ശരീരം കാണിക്കുന്ന അടയാളങ്ങളൊക്കെ ഉണ്ടാക്കുക, എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും, ഏതൊക്കെ ടെസ്റ്റുകൾ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുമെന്നതിൽ പല സംശയങ്ങളുമായിട്ട് പലപ്പോഴും നമ്മൾ ദിനേന ക്ലിനിക്കിൽ വരുന്നൊരു പ്രശ്നമാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എന്താണ് സംഗതി, ഇത് നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ കൂടുന്നുണ്ട്, ആർക്കൊക്കെ ഇത് വരാൻ സാധ്യതയുണ്ട്, ഈ കൊളസ്ട്രോൾ കൂടിയാൽ എന്തൊക്കെ അസുഖങ്ങളൊക്കെ വരുന്നതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹോസ്പിറ്റൽ, കൊടുവള്ളി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പൊതുവായിട്ട് കൊളസ്ട്രോൾ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് ഈ LDL കൊളസ്ട്രോൾ, അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ എന്നുള്ള പേരിലൊക്കെ, LDL കൊളസ്ട്രോൾ, HDL കൊളസ്ട്രോൾ എന്ന പേരിലൊക്കെ ഉള്ളത്. അപ്പോൾ എന്താണ് ഈ നല്ല കൊളസ്ട്രോൾ, ഈ ചീത്ത കൊളസ്ട്രോൾ എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യം ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ ആകട്ടെ ചീത്ത കൊളസ്ട്രോൾ ആകട്ടെ, ഇതെപ്പോഴും ബാലൻസ്ഡ് ആയിട്ട് പോകൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും എന്ത് ചെയ്യാൻ പാടില്ല, കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ പക്ഷേ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ ഒട്ടുമിക്ക ആളുകളുടെയും റിസൾട്ട്, അല്ലെങ്കിൽ ഈ ഒരു ബ്ലഡ് റിസൾട്ട് കൊളസ്ട്രോളിൻ്റെ ലെവലിൽ നോക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവില്ലേ, HDL മിക്കപ്പോഴും കുറവായിരിക്കും, അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ കുറവായിരിക്കും ഉണ്ടാവുക. അതുപോലെ ചീത്ത കൊളസ്ട്രോൾ കൂടുതലായിട്ട് പലപ്പോഴും LDL കൊളസ്ട്രോൾ കൂടുതലായിട്ട് പലപ്പോഴും കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊളസ്ട്രോൾ കൂടാൻ കാരണം? എന്തുകൊണ്ടാണ്? ഇതിന് ഭക്ഷണത്തിൽ എന്തൊക്കെ റോളുണ്ട്, എക്സസൈസിൽ എത്രത്തോളം റോളുണ്ട്, ഭക്ഷണം കഴിക്കുന്ന രീതിക്ക് എത്ര റോളുണ്ട്, നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ ജോലിയിൽ എന്തെങ്കിലും ഇതിന് റോളുണ്ടോ, ഇതിനൊക്കെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ബോധ്യം ഉണ്ടാക്കണം. അതേപോലെ തന്നെ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ പലപ്പോഴും പല ആളുകളും മിക്കപ്പോഴും എന്താണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡോക്ടർ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ ചെയ്ത് നോക്കിയെന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യാറുള്ളത്, മനസ്സിലാക്കാറുള്ളത് ഈ പറയുന്ന കൊളസ്ട്രോൾ ഉണ്ട്, എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, ഞാൻ ഇന്ന കാലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അപ്പോഴാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കൽ. അപ്പോൾ അതല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഒരാൾക്ക് കൊളസ്ട്രോൾ കൂടിയാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്നതിനെ കുറിച്ചൊക്കെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൂടാനുള്ളൊരു കാരണം പ്രധാനമായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്ന് സെക്സ് റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷനാണ് എന്ത് ചെയ്യൽ ഈ കൊളസ്ട്രോൾ പോലെയുള്ള പൊണ്ണത്തടി പോലെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. അത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണിൻ്റെ പ്രസൻസ് ആണ്. എസ്പെഷ്യലി സ്ത്രീകൾക്ക് എന്താണ് ഈ ഈസ്ട്രോജൻ്റെ സ്ത്രീ ഹോർമോണിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് അവർക്ക് പൊതുവെ സ്ട്രോക്ക് പോലെയുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള കൊളസ്ട്രോൾ കൂടിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷെ അത് കൂടും എപ്പോൾ മെൻസസ് നിൽക്കുന്നു കഴിഞ്ഞാൽ അതിലുള്ള സാധ്യത കൂടുമെന്നുള്ളതാണ്. അപ്പോൾ അതുവരെ ഒരു 30-45 ആ ഒരു ഏജ് വരെ ഓവറോൾ അവരെന്താണ്, സ്ത്രീകൾ പൊതുവെ സേഫാണ്. പക്ഷെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ ഒരു ഹോർമോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് കൊളസ്ട്രോൾ പെട്ടെന്ന് വരുമെന്നുള്ളത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുരുഷനാണ് കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതൽ എന്നുള്ളത്. രണ്ടാമത്തെ ഒരു വിഭാഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബസിറ്റി, പൊണ്ണത്തടിയുള്ള ആളുകൾക്ക് കൊളസ്ട്രോൾ വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. നല്ല വീർത്ത് നല്ല തടിച്ചിട്ടുള്ള ആളുകൾക്ക് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് BMI വളരെ കൂടുതലും ബോഡി മാസ് ഇൻഡെക്സ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ബോഡി മെറ്റബോളിസത്തിലൊക്കെ നല്ലോണം മാറ്റം ഉണ്ടായിരിക്കും, കൊളസ്ട്രോൾ നന്നായിട്ട് വരാനുള്ള സാധ്യത ഉണ്ടാകുന്ന. അപ്പോൾ പൊണ്ണത്തടി ഉണ്ട് എങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, കൊളസ്ട്രോൾ ഉണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യൽ വളരെ പ്രാധാന്യമായിട്ടുള്ളതാണ്. പിന്നെ മറ്റൊരു സാധ്യത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജനറ്റിക്കലി, പാരമ്പര്യമായിട്ടും ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന കൊളസ്ട്രോൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. അത് എസ്പെഷ്യലി നമുക്കറിയാം, ഫാമിലി എടുത്ത് നോക്കുന്ന സമയത്ത് ചില ഫാമിലീസ് ഉണ്ടാകും നല്ലോണം പൊണ്ണത്തടി പാരമ്പര്യമായിട്ടുള്ള ഫാമിലീസ്, നല്ല ജനിക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും തടിച്ചൊരു പ്രകൃതിയുള്ള ആളുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഫാമിലീസൊക്കെ എസ്പെഷ്യലി അവർക്ക് എന്തിനുള്ള സാധ്യത ഉണ്ട്, ഈ പറഞ്ഞിട്ടുള്ള കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മറ്റേ ഫാമിലീസിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കി കളയണം. പിന്നെ മറ്റൊരു കാര്യമാണ്, നമ്മൾ ഭക്ഷണത്തിന് വളരെ വളരെ റോളുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ നമ്മൾ അമിതമായിട്ട് കാർബൊക്കെ എടുക്കുന്നുണ്ട്, കൂടുതലായിട്ട് മധുരം കഴിക്കുന്നുണ്ട്, ബേക്കറി ഐറ്റംസ് ഒക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന എന്തയോ ഈ പറഞ്ഞിട്ടുള്ള ഫാറ്റ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അമിതമായിട്ട് നമ്മൾ കലോറി ഇൻടേക്ക് എടുക്കുന്ന സമയത്ത് ഈ മിച്ചം വരുന്ന അല്ലെങ്കിൽ എക്സസ് ആയിട്ട് വരുന്ന കലോറീസ് എന്ത് ചെയ്യും, ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതായത് നമ്മുടെ ഒരു രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യാണ്ട്, വീട്ടിലത്തെ കാര്യങ്ങൾ, നാട്ടിലത്തെ കാര്യങ്ങൾ, നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലതും പല വിഷയങ്ങൾ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു 24 ഹവേഴ്സിൽ നമുക്കൊരു 1500 ജൂളാണ് അല്ലെങ്കിൽ 1500 നമുക്ക് വേണ്ടിയിട്ടുള്ള എനർജി എന്നുള്ളത് കൺസിഡർ ചെയ്യുക. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാണ്, 2, 3, 4, 5 നേരമൊക്കെ ആയിട്ട് പലപ്പോഴായിട്ട് ചിലപ്പം 2000 അല്ലെങ്കിൽ 3000 എനർജി നമ്മൾ കഴിക്കുന്നുണ്ടാകും. ഒന്നുകൂടെ മനസ്സിലാക്കുക, 1500 നമ്മുടെ ശരീരത്തിന് ഒരു ദിവസത്തിന് വേണ്ടതെന്ന് വെക്കുക. പക്ഷെ നമ്മൾ എത്രത്തോളം കഴിക്കുന്നുണ്ട് ഡബിൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കഴിക്കും അല്ലെങ്കിൽ അത് കൺസ്യൂം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്, അമിതമായിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട്, കുറച്ച് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അമിതമായിട്ട് വരുന്നത് എന്ത് ചെയ്യും, ശരീരം എസ്പെഷ്യലി ലിവർ അത് കൊളസ്ട്രോൾ ആയിട്ട് അല്ലെങ്കിൽ ഫാറ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് മിക്ക ആളുകൾക്കും പൊണ്ണത്തടി, ഒബെസിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അതേപോലെ തന്നെ കൊളസ്ട്രോൾ പോലെയുള്ള ഉണ്ടാകുന്നത്. അപ്പോൾ അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് എടുത്താലും ഈ പറഞ്ഞതുപോലെ എന്ത് സംഭവിക്കും, ഈ പറഞ്ഞ കൊളസ്ട്രോൾ കൂടുമെന്നുള്ളതാണ്. അവിടെയാണ് പോയിന്റ്. നമ്മൾ ഇറച്ചി മീനും മാത്രം നിർത്തിയതുകൊണ്ടായില്ല. പക്ഷേ ഇതിൽ വലിയൊരു റോൾ ആർക്കുണ്ട്, അരിഭക്ഷണം കഴിക്കുന്നവർക്കുണ്ട്. നമ്മൾ രാവിലെ ഇഡ്ഡലി, ദോശ, മറ്റു കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്നത്, പുട്ട് പോലൊക്കെ എന്താണ് അരിഭക്ഷണം കഴിക്കുന്നത്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത് അരിഭക്ഷണം, രാത്രിയും ചില സ്ഥലങ്ങളിൽ ചോറ് കഴിക്കും, ചില സ്ഥലങ്ങളിൽ ചപ്പാത്തി കഴിക്കാറുണ്ട്. രണ്ടും എന്താണ് ധാന്യങ്ങളാണ്, രണ്ടും ഈ പറഞ്ഞതുപോലെ ഷുഗർ കൂട്ടുന്നതാണ്, പറഞ്ഞതുപോലെ കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭക്ഷണശീലം ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ മിക്ക ആളുകൾക്കും കൊളസ്ട്രോൾ ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, കപ്പ പോലെയുള്ളത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് എന്ത് ചെയ്യും, ഷുഗറും കൂടും, ഈ പറഞ്ഞതുപോലെ കൊളസ്ട്രോളും കൂടും. അപ്പോൾ അവിടെ ഇറച്ചിയും മീനും മാത്രമല്ല, വെജ് കഴിച്ചാലും എന്ത് വരുന്നുണ്ട്, കൊളസ്ട്രോൾ കൂടുന്നുണ്ട് എന്നുള്ളത് നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കി കളയാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അമിതമായിട്ട് കാർബ് എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യും, ചില മാംസം കഴിച്ചു കഴിഞ്ഞാൽ, എസ്പെഷ്യലി നല്ല ഫാറ്റി ആയിട്ടുള്ള മാംസം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ നല്ലോണം കൂടുമെന്നുള്ളതാണ്. എസ്പെഷ്യലി എന്തെങ്കിലും പ്രോസസ്ഡ് ഫുഡുകളൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ, കൊളസ്ട്രോൾ പെട്ടെന്ന് കൂടുമെന്നുള്ളത് മനസ്സിലാക്കുക. ചിക്കനൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പുഴുങ്ങിയിട്ട് നല്ല രീതിയിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു സേഫ് സോൺ ആണെന്ന് പറയാൻ കഴിയും. പക്ഷെ അമിതമായിട്ട് കഴിച്ചാലും അതും മറ്റു പല പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ കൂടുതലായിട്ട് പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നതും കൂടുതലായിട്ട് ബീഫ് പോലെയുള്ള പോർക്ക് പോലുള്ളത് കഴിച്ചാലും ഈ പറഞ്ഞതുപോലെയുള്ള കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല നമ്മളിത് കുക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ പലപ്പോഴും ചിക്കൻ ആകട്ടെ ബീഫ് ആകട്ടെ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നല്ലോണം ഓയിൽ ഉപയോഗിച്ച് നല്ലോണം കരിച്ച് പൊരിച്ചിട്ടൊക്കെ എന്ത് ചെയ്യും, ആ കളറും അതിൻ്റെ ഷേപ്പും അതിൻ്റെ രുചിയും എല്ലതും മാറ്റിയിട്ടുള്ളൊരു കഴിക്കലാണ് നമ്മൾ കഴിക്കുന്നത്. അൽഫാം ആകട്ടെ ഷവായി ആകട്ടെ മറ്റു ഏത് മാർഗത്തിലാണെങ്കിലും ശരി, കൂടുതൽ ഈ ഒരു ഓയിലി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ അതും എന്ത് ചെയ്യുന്നുണ്ട്, അത് ഈ പറയുന്ന കൊളസ്ട്രോളിൻ്റെ എമൗണ്ട് കൂട്ടാനാണ് സഹായിക്കുന്നത്. അപ്പോൾ ആ കഴിക്കുന്ന രീതിയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ കഴിക്കുകയാണെങ്കിൽ തന്നെ പരമാവധി നീ കറി വെച്ചത്, കൂടുതൽ സ്പൈസസ് ഒന്നും ഇടാത്തത്, നോർമലി ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ ഹൈ പ്രോസസ്സഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കുക. ഷുഗറി ആയിട്ടുള്ളതും കാർബായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് ഒഴിവാക്കുക. അതൊക്കെ ഈ പറഞ്ഞതുപോലെ കൊളസ്ട്രോൾ നമുക്ക് വരുത്തും. ഡയറ്റിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ കൊളസ്ട്രോൾ വരാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു കാര്യമാണ് എക്സസൈസ് ചെയ്യാത്ത ആളുകൾ എന്നുള്ളത്. എസ്പെഷ്യലി ഇന്ന് കൂടുതൽ ആളുകൾ എന്താണ് ഈ സെഡൻറ്ററി ലൈഫ് നയിക്കുന്ന ആളുകളാണ്. സെഡൻറ്ററി ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വ്യായാമങ്ങളൊന്നുമില്ല, കൈകാൽ അധ്വാനങ്ങളൊന്നും ഇല്ലാതെ, പണ്ട് കാലങ്ങളിൽ എന്ന് വെച്ചാൽ കൃഷിപ്പണികളും മറ്റു നാടൻ ജോലികളും കാര്യങ്ങളൊക്കെ എൻഗേജ് ചെയ്ത ആളുകൾ കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എക്സസ് ആയിട്ടുള്ള കാർബൊന്നും അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള എനർജി ഇല്ല അവർക്ക്. എത്രത്തോളം ഒരുപാട് എനർജി വേണം, ഒരുപാട് എനർജി എടുക്കുകയും ചെയ്യും, അത് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും. ബോഡി ഒരിക്കലും എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ള കൂടുതലായിട്ട് വരുന്ന എനർജി സ്റ്റോർ ചെയ്യില്ല
കഴിയില്ല എന്നുള്ളതുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നെന്താ, നമുക്ക് ഒരുപാട് സോഴ്സുകളുണ്ട്, ഫുഡിന് ഒരുപാട് സോഴ്സുകളുണ്ട്, ഒരുപാട് ഭക്ഷണം നമുക്ക് കിട്ടാനുണ്ട്. പക്ഷെ എന്തില്ല, എക്സസൈസ് വ്യായാമങ്ങൾ ഇല്ല നമ്മുടെ ലൈഫിൽ. കൂടുതൽ ആളുകൾ എന്താണ്, ഓഫീസ് വർക്കുകൾ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇരുന്നിട്ട് കൂടുതൽ ജോലി ചെയ്യുന്ന, കൂടുതൽ കായികാധ്വാനം ഇല്ലാത്ത ജോലികളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കാർബ് എടുക്കുന്നതിൽ കൂടുതൽ എനർജി എടുക്കുന്നുണ്ട്. ബട്ട് എന്താണ്, ലെസ് വർക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലെസ് മൂവ്മെൻ്റ് ആയിട്ടുള്ള ജോലികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സെഡൻറ്ററി ലൈഫ് കൂടിയത് കൊണ്ട് അങ്ങനെയും ഈ പറഞ്ഞതുപോലെ അടിവയറ്റിൽ കൊഴുപ്പ് വരിക, പൊണ്ണത്തടി കൂടുക, ഇൻസുലിൻ റെസിസ്റ്റൻസ് നിലവിടുക, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയുക, കൊളസ്ട്രോൾ പോലെയുള്ള പ്രശ്നങ്ങൾ വളരെ വലിയ രീതിയിൽ കൂടുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഈ സെഡൻറ്ററി ലൈഫുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കൂടുതലായിട്ട് ഇരുന്നിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, LDL-ഉം HDL-ഉം എന്ത് ചെയ്യുക, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ LFT ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇടയ്ക്കൊന്ന് USG ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക, ഫാറ്റി ലിവർ ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എക്സസൈസിന് വലിയ ഒരു റോള് ഈ ഒരു കാര്യത്തിലുമുണ്ട്. അപ്പോൾ സെഡൻറ്ററി ലൈഫുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും കൊളസ്ട്രോൾ ഉണ്ടോ അല്ലെങ്കിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളാണ് പൊതുവെ ഈ പറഞ്ഞതുപോലെ കൂടുതൽ ഭക്ഷണത്തിൽ കൂടുതൽ കാർബ് കഴിക്കുക, അതുപോലെ കൂടുതൽ റെഡ് മീറ്റ് പോലെ കാര്യങ്ങൾ കഴിക്കുക, എക്സസൈസ് തീരെ ചെയ്യാതിരിക്കുക, അതുപോലെ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന് വരാനുള്ള സാധ്യത കൂടുതലാണ്, പാരമ്പര്യമായിട്ട് വരിക, ജനറ്റിക്കലി പാരമ്പര്യമായിട്ട് വരിക, പൊണ്ണത്തടിയുള്ള ആളുകൾക്ക് വരിക. ഇതാണ് പൊതുവേ എന്ത് ചെയ്യുക, കൊളസ്ട്രോൾ കൂടിയിട്ടുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഉണ്ടാകുന്ന ഒരു ചെറിയൊരു സംശയമാണ്, ഡോക്ടറെ ഞാൻ ഇറച്ചി കഴിച്ച പ്രശ്നമാണോ, ഇറച്ചി മീനൊക്കെ കഴിക്കുന്നുണ്ട്, അത് കൂടി കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമോ എന്നുള്ള പല ആളുകളും ചോദിക്കാറുണ്ട്. മിക്ക ആളുകൾ നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ അവർ പറയൽ എന്താണ്, ഡോക്ടർ കൊളസ്ട്രോൾ കൂടിയിട്ട് ഞാനാണെങ്കിൽ ഇറച്ചി മീനൊക്കെ തൊട്ടിട്ട് 5-10 വർഷമൊക്കെ, ഇതെന്തുകൊണ്ടാണ് കൂടുന്നത്, ഞാൻ മുട്ട പോലെ അങ്ങനെ വെള്ളാണ്ട് കഴിക്കാറില്ല. അപ്പോൾ ഇറച്ചിയും മീനും കൂട്ടിയ പ്രശ്നമുണ്ടോ? ചില ആളുകൾ പറയുന്നത് കുഴപ്പമുണ്ടെന്ന്, ചില ആളുകൾ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കഴിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് പലപ്പോഴും ചോദിക്കുന്ന ഒരു കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ സംശയമാണ് ഇത് പറയുന്നത്. ഇറച്ചി മീനും കൂട്ടിയാൽ കൊളസ്ട്രോൾ കൂടോ അല്ലെങ്കിൽ കുറയോ നോർമലാവോ, എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മൾ ഇറച്ചിയും മീനും നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു സംഗതിയാണ്, അത് ഒഴിവാക്കേണ്ടതല്ല. അത് നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രോട്ടീൻ, അയൺ പോലെയുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻസുകൾ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളത് തരുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത് ഈ ഇറച്ചിയിലൂടെയൊക്കെ തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ ദൈനംദിനം ഭക്ഷണത്തിൽ വേണ്ട ഒരു നിശ്ചിത എമൗണ്ട് വേണ്ട ഒരു സംഗതിയാണ് ഇറച്ചിയാകട്ടെ മീനാകട്ടെ എന്നുള്ളത്. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ എസ്പെഷ്യലി കൂടുതൽ കൊളസ്ട്രോൾ വരുന്നത് അമിതമായിട്ട് കൊഴുപ്പടങ്ങിയിട്ടുള്ള ഫാറ്റി ആയിട്ടുള്ള മീറ്റ് കഴിക്കുമ്പോൾ, എസ്പെഷ്യലി പറഞ്ഞിട്ടുള്ള ബീഫ് കഴിക്കുന്ന സമയത്തൊക്കെ മിക്ക ആളുകൾക്കും കൊളസ്ട്രോൾ കൂടാറുണ്ട്. അത് മാത്രമല്ല ചിക്കന് കമ്പാരിറ്റീവിൽ എന്താണ് ഏറ്റവും ബെറ്റർ, നല്ലൊരു ഓപ്ഷനാണ്. ഇനി അതൊന്നുമല്ല, നമ്മൾ ചില സോസേജുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോട്ട് ഡോഗ് എടുക്കുന്ന സമയത്ത് അതൊക്കെ എന്ത് ചെയ്യും, മറ്റു പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ നയിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് കഴിക്കുന്ന രീതിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മളിത് കഴിക്കുന്നത് നല്ലോണം വറുത്ത് നല്ലോണം പൊരിച്ച് കരിച്ച് മസാല ഒക്കെ പുരട്ടിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, അതൊന്നും കൂടെ അൺഹെൽത്തി ആയിട്ട് മാറുകയാണ്. നാവിന് രുചി ഉണ്ടാകും, പക്ഷെ അത് ശരീരത്തിൽ എന്താണ് ഹാനികരമായിട്ടാണ് ഇത് ബാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ നല്ല രീതിയിൽ തന്നെ ഫാറ്റൊക്കെ കുറവുള്ള ഭാഗങ്ങളെടുത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ ഓയിലുകളൊന്നും ആഡ് ചെയ്യാതെ, കൂടുതൽ പ്രോസസ്സിങ് ചെയ്യാത്ത ഫുഡുകൾ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ചിക്കനൊക്കെ കമ്പാരിറ്റീവ്ലി കഴിക്കണം നല്ലതാണ്. പക്ഷേ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഈ ഇത്രത്തോളം കൊളസ്ട്രോൾ കൂടാനുള്ളൊരു കാരണമായിട്ട് വലിയൊരു റോളായിട്ടുള്ള പാർട്ടായിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കാർബ് തന്നെയാണ്. നമ്മൾ രാവിലെയും ഉച്ചക്കും വൈകുന്നേരം രാത്രിയും ഈ സമയത്ത് എടുക്കുന്ന എല്ലാ മധുരവും അല്ലെങ്കിൽ എപ്പോഴും കാർബ് കൂടിയിട്ടുള്ള കാർബ് റിച്ച് ആയിട്ടുള്ള ഡയറ്റാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് കേരളത്തിൽ എസ്പെഷ്യലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് സൊസൈറ്റിയിൽ കൊളസ്ട്രോൾ കൂടാനുള്ള വലിയൊരു റോള് വഹിക്കുന്നത് ഏതിന് തന്നെയാണ്, ഈ പറഞ്ഞിട്ടുള്ള അരി ഭക്ഷണങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ട് ഒഴിവാക്കുക. ചെറിയ എമൗണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഇറച്ചി മീനും എടുത്തത് കൊണ്ട് എന്ത് ചെയ്യില്ല, ഫാറ്റൊന്നും വലിയ രൂപത്തിൽ കൂടില്ല. അതേസമയം നിങ്ങൾക്ക് നല്ലോണം രീതിയിൽ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള റെഡ് മീറ്റുകളൊക്കെ നിർബന്ധമായിട്ട് ഒഴിവാക്കണമെന്നാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. അതല്ല എനിക്ക് ഒരു 25 അല്ലെങ്കിൽ 30 ഏജ് കൊളസ്ട്രോൾ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ എനിക്കൊരു ഭാവിയിലേക്ക് എനിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്, അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് എന്ത് ചെയ്യുക, കാർബ് കംപ്ലീറ്റ് കട്ട് ചെയ്യുക, ഇറച്ചി മീനും കഴിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, കൂടുതലായിട്ട് കൊളസ്ട്രോൾ ഒന്നും
കൂടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ടും വേണ്ടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം മറ്റു ഓപ്ഷൻസുകൾ അവിടെ ഉണ്ട്. ഫാമിലി ആയിട്ട് ജനറ്റിക്കലി ആയിട്ട് ഒബേസിറ്റി കൂടുമ്പോൾ, എക്സസൈസ് കുറയുമ്പോൾ, അത് കാരണമായിട്ടൊക്കെ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഫാറ്റ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് പരിപാലിച്ചിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇറച്ചും മീനൊക്കെ കഴിക്കുകയും ചെയ്യുക. പക്ഷേ മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക, ഇടയ്ക്ക് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു പൊതുവായിട്ടുള്ള സംശയമാണ്, ഡോക്ടറെ മുട്ട കഴിക്കുന്നത് പ്രശ്നമാണോ എന്നുള്ളത്. മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമോ എന്നുള്ളത് പലപ്പോഴും ചോദിക്കുന്ന ഒരു സംഗതിയാണ്. ആക്ച്വലി മുട്ട നമുക്കൊരു മോഡറേറ്റ് എമൗണ്ട്, ഒരു 1-2 എന്താ ചെയ്യുക, ദിവസം കഴിക്കേണ്ടതാണ്, കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇറച്ചിയെ പോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ഒരുപാട് നല്ല കണ്ടന്റുകൾ അല്ലെങ്കിൽ ഒരുപാട് മിനറൽസുകൾ, പ്രോട്ടീൻസുകളൊക്കെ ലഭിക്കുന്നത് ഈ പറയുന്ന മുട്ടയിലൂടെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ എന്ത് ചെയ്യുക, നിശ്ചിത എമൗണ്ട് മുട്ട നമ്മളൊന്നും കഴിക്കുക. അതേസമയം അമിതമാക്കാതെ എന്ത് ചെയ്യണം, എപ്പോഴും മുട്ട കഴിക്കുന്ന, കൂടുതൽ എമൗണ്ട് കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും കൊളസ്ട്രോൾ ഉണ്ടാക്കാനുള്ള സാധ്യത വരുത്തും എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അത് നിർബന്ധമായിട്ട് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അത് മുട്ട കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് 3 കഴിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞിട്ടുള്ള അതിൻ്റെ യെല്ലോ പാർട്ട് ഒഴിവാക്കിയിട്ട് പ്രോട്ടീൻ പാർട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ മുട്ട കഴിക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു നിശ്ചിത എമൗണ്ട് മാത്രം കഴിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി അതല്ല ഡോക്ടർ, നിങ്ങൾക്ക് നല്ലോണം കൊളസ്ട്രോൾ ഒക്കെ കൂടി ഒരു 300 കൊളസ്ട്രോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യുക, നിങ്ങൾ മുട്ട ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യം. പക്ഷേ നിങ്ങൾ നോർമൽ ഹെൽത്തി ആണ്, ഭാവിയിലേക്ക് എനിക്ക് കൊളസ്ട്രോൾ വരും എന്നുള്ള സംശയം അല്ലെങ്കിൽ കൊളസ്ട്രോൾ വരാതെ നോക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോർമലായിട്ട് 1-2 മുട്ട ദിവസം കഴിക്കുന്നത് കൊണ്ട് അതുമൂലം എന്ത് ചെയ്യില്ല, കൊളസ്ട്രോൾ വരാനുള്ള സാധ്യതകളൊന്നുമില്ല. പക്ഷേ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കാർബ് എടുക്കുന്നതോ എക്സസൈസ് ചെയ്യുന്നതോ മറ്റു കാര്യങ്ങളോ എല്ലാം എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നോക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ മുട്ട കഴിച്ചത് കൊണ്ട് മാത്രം വരില്ല. പക്ഷേ എന്തുണ്ട്, ഓൾറെഡി കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ മുട്ട ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യും, ഒരു മുട്ടയൊക്കെ കഴിക്കുക, 1-2 കഴിക്കുക. പക്ഷെ അതിന് വൈറ്റ് പാർട്ട് മാത്രം കഴിക്കുക, യെല്ലോ പാർട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മുട്ടയുടെ കാര്യം ഇങ്ങനെയാണ്. നേരത്തെ ഇറച്ചിയുടെ കാര്യം നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. അപ്പോൾ ഇത് 2 പൊതുവായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനുകളാണ്. ഇനി മറ്റൊരു ചോദ്യമാണ്, ഡോക്ടർ, ഈ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ സ്ട്രോക്ക് വരുമോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുമോ എന്നുള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ചുറ്റുപാടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കംപ്ലൈൻ്റ് ആണ് എന്താണ്, LDL കൊളസ്ട്രോൾ കൂടുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ കൂടിയെന്ന് കണ്ടാൽ അടുത്ത ചോദ്യം എന്താണ്, അല്ലെങ്കിൽ അടുത്തൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ടെൻഷനാണ് എന്ത്, നമുക്ക് സ്ട്രോക്ക് വരുമോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പെട്ടെന്ന് ഡെഡായി പോകുന്ന അല്ലെങ്കിൽ അറ്റാക്ക് വരുന്ന ഒരവസ്ഥ വന്നു പോകുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ കൊളസ്ട്രോൾ ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ, LDL കൊളസ്ട്രോൾ നന്നായിട്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള രക്തക്കുഴലുകളിൽ ഇൻഫ്ലമേഷൻ നല്ലോണം കൂടും എന്നുള്ളതാണ്. പെട്ടെന്ന് എന്ത് ചെയ്യും, അവിടെ ഇൻഫ്ലമേഷനുകളും അവിടെ ചെറിയ രൂപത്തിൽ ക്ലോട്ടിങ്ങുകളൊക്കെ ഫോം ചെയ്യും. ഈ ചെറിയ രൂപത്തിലുള്ള ചെറിയ വെസലുകളൊക്കെ എസ്പെഷ്യലി എന്ത് ചെയ്യും, പെട്ടെന്ന് എൻഡോത്തീലിയൽ റീജിയനിലൊക്കെ ഇൻഫ്ലമേഷൻ വന്നിട്ട് അവിടെ ക്ലോട്ടിങ് ഫോം ചെയ്യും. അവിടെ എന്ത് ചെയ്യും, ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ട് ക്ലോഗ് പോലെ അവർക്ക് രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ ഒരു ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം, ബ്ലോക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ നമ്മുടെ തൈ മസിൽസിലോ അല്ലെങ്കിൽ ലെഗിലൊക്കെ ആയിരിക്കും ചില ആളുകൾക്ക് ഈ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ക്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് ഉണ്ടാവുക. ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ഹാർട്ടിനുള്ളിൽ തന്നെ ചെറിയ രക്തക്കുഴലുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ രക്തക്കുഴലുകളിലൊക്കെ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ അവിടെ ചെറിയ ഇൻഫ്ലമേഷൻ വരും. നമ്മുടെ രക്തക്കുഴലിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ലെയറിന് ചെറിയ ഇൻഫ്ലമേഷൻ വന്നിട്ട് അവിടെ ചെറിയൊരു മുറിവ് പോലെയൊക്കെ ഫോം ചെയ്തിട്ട് അവിടെ രക്തം എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് ഫാറ്റൊക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു ഉണ്ട പോലെ അല്ലെങ്കിൽ ഒരു ബോൾ പോലെ രൂപാന്തരപ്പെടും. പിന്നീട് ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ഈ കാലിലൊക്കെ ചില ആളുകൾക്ക് രൂപാന്തരപ്പെടും. പക്ഷേ അത് നമ്മൾ എക്സസൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ മസാജൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് അവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോകും. അതായത് അവിടെ നിന്ന് വേർപെട്ടിട്ട് ആ ഒരു ബോൾ പോലെയുള്ള സ്ട്രക്ചർ എന്ത് ചെയ്യും, നമ്മുടെ ബ്ലഡിലൂടെ പാസ് ചെയ്തിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ബ്രെയിനിലൊക്കെ പോയിട്ട് ബ്ലോക്ക് ചെയ്യും. അപ്പോഴാണ് മിക്ക ആളുകൾക്ക് സ്ട്രോക്ക് സംഭവിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ ബ്രെയിനിലൊക്കെ വളരെ മുടിയുടെ നാരിനേക്കാൾ ചെറിയ തരത്തിൽ വരുന്ന അല്ലെങ്കിൽ അതിനോട് സാമീപ്യമുള്ള ആ ഒരു സൈസിൽ വരുന്ന രക്തക്കുഴലൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യും, ഇത് ഈ ഒരു പറയുന്ന നമ്മുടെ തുടയിലോ മറ്റേതെങ്കിലും ശരീരഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ബ്ലഡ് ക്ലോട്ട് ഡിറ്റാച്ച് ചെയ്തിട്ട് ആ ഒരു ബ്ലഡിന് ഒരു ഉണ്ട,
അവിടുന്ന് പോന്നിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞിട്ടുള്ള ബ്രെയിനിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഹാർട്ടിൽ തന്നെ അവിടെ പോയിട്ട് അക്യുമുലേറ്റ് ചെയ്തിട്ട് അവിടെ ബ്ലോക്ക് ആക്കി കളയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഭാഗത്തേക്കുള്ള സർക്കുലേഷനൊക്കെ പ്രശ്നമാക്കി കളയും. പെട്ടെന്ന് ശരീരം കുഴയുക, സ്ട്രോക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു പോകാറുണ്ട്. അപ്പോൾ അതുമൂലം ഈ പറഞ്ഞതുപോലെ എംബോളിസം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനുകൾക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള അറ്റാക്കുകൾ, പെട്ടെന്ന് സ്ട്രോക്ക് വരുന്ന കണ്ടീഷനുകളൊക്കെ ഈ കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ഉണ്ടാകാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നതും ഈ പറഞ്ഞിട്ടുള്ള LDL കൊളസ്ട്രോൾ കൂടുക, അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുക, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടുക. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും കൊളസ്ട്രോൾ കൂടുതലും അതുപോലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ പെട്ടെന്ന് ഉണ്ടാകും. നമ്മുടെ ശരീരത്തിന് പല ഭാഗങ്ങളിൽ ഉണ്ടാകും. ഈ ഷുഗറുള്ള ആളുകൾക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് ക്ഷീണം, അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാരണം അതിൽ ബോഡി ഇമ്മ്യൂണിറ്റി കുറയാണ്. അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ വരാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പോൾ അത് വരും, ഹീൽ ചെയ്യും, വീണ്ടും വരും, ഹീൽ ചെയ്യും, അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ LDL കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, രക്തക്കുഴലുകളിൽ കട്ടകൾ അല്ലെങ്കിൽ അതിറോസ്ക്ലീറോസിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബ്ലഡ് സർക്കുലേഷൻ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഹൃദയ സംബന്ധമായ പ്രയാസങ്ങളുണ്ടായിരിക്കും. സ്ട്രോക്ക് പോലെയുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ LDL കൊളസ്ട്രോൾ കൂടി എന്നത് കൊണ്ട് എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ടതില്ല. പക്ഷെ അതേസമയം തീർച്ചയായിട്ടും ശ്രദ്ധ ചെലുത്തണം. എക്സസൈസ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യണം. ചില ആളുകൾക്ക് ഹൃദയ സംബന്ധമായിട്ട് കൊളസ്ട്രോൾ ഒക്കെ കൂടിയിട്ട് ബ്ലോക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡോക്ടർ ഞാൻ എന്ത് എക്സസൈസ് ചെയ്യേണ്ടതെന്നുള്ള ഡൗട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ചെയ്യേണ്ടത് ഡയറ്റ് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കൊളസ്ട്രോൾ വരുന്ന ഡയറ്റുകളൊക്കെ നിർബന്ധമായിട്ട് ഒഴിവാക്കുക. ചെറിയ രൂപത്തിലൊക്കെ എക്സസൈസുകൾ ചെയ്യുക. കൂടുതൽ അമിതമായിട്ട് വ്യായാമം ചെയ്യുന്നതൊക്കെ ഒഴിവാക്കണം. അതേസമയം നിങ്ങൾ നല്ലൊരു 25-30 ഏജുള്ള ആൾ അല്ലെങ്കിൽ 30-35 ഏജുള്ള ആൾ, പക്ഷേ കൊളസ്ട്രോൾ ഉണ്ട്, പക്ഷേ ഹൃദയ സംബന്ധമായ പ്രയാസങ്ങളൊന്നുമില്ല, അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ കൊളസ്ട്രോളും ഒക്കെ ആയിട്ട് വരും, മറ്റു ഷുഗർ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വരും. ഈ പറഞ്ഞ ക്ലോട്ട് അല്ലെങ്കിൽ സ്ട്രോക്ക് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത നല്ലോണം കുറയും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ആ ഒരു ഓപ്ഷൻ കൂടെ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പൊതുവായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന ചില സംശയങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു ഫാക്ടർ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വലിയൊരു അല്ലെങ്കിൽ വലിയൊരു പ്രശ്നക്കാരൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈറ്റിംഗ് എന്നുള്ള ഒരു പാർട്ടാണ് ഇതിൽ വലിയൊരു ഫാക്ടറായിട്ടുള്ളത്. നമ്മൾ അമിതമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ എക്സസൈസ് ചെയ്യേണ്ടി വരുന്നത് തന്നെ എപ്പോഴാണ്, ഈ കൂടുതലായിട്ട് കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് പൊണ്ണത്തടി അല്ലെങ്കിൽ കൂടുതൽ ഷുഗർ വരുന്നത് കാരണമായിട്ടാണ് നമ്മൾ എക്സസൈസിൽ പോലും കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നത്. കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടി വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോടാണ് കൂടുതൽ ഡോക്ടേഴ്സ് പറയുന്നത്, നിങ്ങൾ നിർബന്ധമായിട്ടും എക്സസൈസ് ചെയ്യണം, രാവിലെ ചെയ്യണം, വൈകുന്നേരം ചെയ്യണം, അതിങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനും കാരണം അതുകൊണ്ടാണ്. അപ്പോൾ ഈറ്റിംഗ് എന്നുള്ളതാണ് ഇതിൽ വലിയൊരു ഫാക്ടർ ആയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ വീട്ടിലുള്ള കുട്ടികളുടെ അവസ്ഥ പോലെ എടുത്ത് നോക്കുകയാണെങ്കിൽ എപ്പോഴും കാർബ് അല്ലെങ്കിൽ മധുരം കൂടുതലായിട്ട് കഴിക്കുന്ന ടെൻഡൻസിയാണ്. കരിച്ചതാകട്ടെ, പൊരിച്ചതാകട്ടെ, ബേക്കറി ഐറ്റം ആകട്ടെ, മിഠായി ആകട്ടെ, ഇങ്ങനെയുള്ള സംഗതികളാണ് കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ശീലമുള്ളത്. അപ്പോൾ ആ ഒരു ഈറ്റിംഗ് ടെൻഡൻസി നമ്മൾ നിർബന്ധമായിട്ടും ഒഴിവാക്കാൻ തന്നെ ശ്രദ്ധിക്കണം. ആ ഈറ്റിംഗ് ടെൻഡൻസിയിൽ നമ്മൾ നല്ലൊരു മാറ്റം വരുത്തൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലീഫി വെജിറ്റബിൾസ് നല്ലോണം കഴിക്കുക, അതുപോലെ നല്ല കാർബുകൾ എന്ത് ചെയ്യുക, നല്ല ലിമിറ്റഡ് ആക്കുക, നല്ല പ്രോട്ടീനുകൾ കഴിക്കുക, നല്ല ഫാറ്റുകൾ കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് സമയത്തിന് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അതേപോലെ ലിമിറ്റഡ് ആയിട്ട് മാത്രം കഴിക്കുക. ഒരു പ്ലേറ്റ് ഫുഡ് കൊണ്ടുവന്നാൽ ആ പ്ലേറ്റ് എല്ലാതും നിങ്ങൾ കഴിക്കണം എന്നുള്ള ടെൻഡൻസി ഒന്നുമില്ല. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ ടെൻഡൻസികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശീലങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ TV കണ്ടിട്ട്, മൊബൈൽ ഫോൺ നോക്കിയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീഡിങ് ചെയ്തിട്ട് ഈറ്റിംഗ് ചെയ്യുന്നൊരു ശീലങ്ങളുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് ഒഴിവാക്കണം. കാരണം നമ്മളത് വീഡിയോ കണ്ടിട്ട് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ റീഡിങ് ചെയ്തിട്ടുണ്ട്, മറ്റെന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിച്ചു പോകും, നമ്മൾ അറിയാണ്ട് കഴിച്ചു പോകും. അതുപോലെ തന്നെ ചില ആളുകൾ ചവച്ചരച്ച് കഴിക്കാതെ അമിതമായിട്ട് സ്പീഡിൽ കഴിക്കും. അങ്ങനെ കഴിച്ചാൽ എന്ത് ചെയ്യും, കൂടുതലായിട്ട് ഭക്ഷണം നമ്മൾ കഴിച്ചു പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ശീലങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ
നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊളസ്ട്രോൾ ഒന്നും വരാതെ നമുക്ക് എന്ത് ചെയ്യും, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം. പിന്നെ അതുപോലെ തന്നെ ഡൗട്ട് ഉണ്ടാകും, ഡോക്ടറെ ഈ നല്ല ഫാറ്റ് എങ്ങനെ നമുക്ക് കിട്ടാം? നമ്മൾ LDL കൊളസ്ട്രോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ നല്ല ഫാറ്റ് നമുക്ക് എങ്ങനെ ഇത് കിട്ടുക എന്നുള്ളത് അതിൽ പറ്റിയ ഒരു ഓപ്ഷനുകളാണ് നല്ല സീഡ്സുകൾ, അതേപോലെ നട്ട്സുകളൊക്കെ നന്നായിട്ട് കഴിക്കുന്നത്. പംകിൻ സീഡ് പോലെയുള്ളത്, അതേപോലെ തന്നെ ആൽമണ്ട് സീഡുകൾ, അതുപോലെ പിസ്ത, ബദാം, അങ്ങനെയുള്ള സംഗതികളൊക്കെ എന്താ ചെയ്യുക, നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. അതേപോലെ നല്ല ഫാറ്റുകൾ, നല്ല കൊഴുപ്പുകളും നല്ല ഫൈബേഴ്സൊക്കെ ഉള്ള ഭക്ഷണങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള സീഡ്സുകളും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നല്ലോണം രീതിയിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ല ഫിഷ് നമ്മൾ കഴിക്കുക, മത്തി പോലെ, സാൽമൺ പോലെ ഫിഷുകൾ കഴിക്കുക. അപ്പോൾ നല്ല ഒമേഗ 3 പോലെയുള്ള നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ആക്ട് ചെയ്യുന്ന നല്ല ബോഡി മെക്കാനിസം, ഇമ്മ്യൂണിറ്റി ഒക്കെ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ല കൊളസ്ട്രോളൊക്കെ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് കൂടുകയാണ്. LDL വരുമ്പോൾ എന്താണ്, കർബവും ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് അൺഹെൽത്തി കണ്ടീഷനിലേക്കാണ് എത്തുക, അനാരോഗ്യകരമായിട്ടുള്ള കണ്ടീഷനിലേക്ക് എത്തുക. പക്ഷേ അതേസമയം നമ്മൾ ആവശ്യത്തിന് ഈ പറഞ്ഞതുപോലെയുള്ള നല്ല ഫാറ്റുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ബോഡി എത്തിക്കുന്നുള്ളത്. അപ്പോൾ നല്ല ഫാറ്റുകളായിട്ടുള്ള നല്ല ഫിഷുകൾ, നല്ല സീഡ് ഓയിലുകൾ, അതേപോലെ അവക്കാഡോ അത് നല്ല ഫാറ്റാണ്, അത് നന്നായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ കമ്പാരിറ്റീവ്ലി ഒലീവ് ഓയിൽ നല്ലൊരു ഫാറ്റായിട്ട് വരുന്നതൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ലിമിറ്റഡ് ആയിട്ട് നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഇൻഫ്ലമേറ്ററി ആക്ഷൻസ് ഒക്കെ കുറയ്ക്കാനും നല്ല ഹീലിംഗ് പ്രോസസ്സൊക്കെ കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഒരുപാട് ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കത് നല്ല ഗുണകരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓയിലുകളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും ഒക്കെ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ, എക്സസൈസുകൾ, മറ്റു അമിതമായിട്ടുള്ള ഷുഗറി ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സുകൾ, അല്ലെങ്കിൽ ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ, സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ ഒഴിവാക്കാൻ തന്നെ ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ നമ്മൾ കാർബൊക്കെ കഴിക്കുന്നതിന് കൂടെ സ്മോക്കിംഗ് ഉണ്ട്, ആൽക്കഹോൾ അബ്യൂസൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ട്രോക്ക്, കൊളസ്ട്രോള്, മറ്റു പല അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹാബിറ്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായിട്ട് ഒഴിവാക്കണം. ഇല്ല എങ്കിൽ പെട്ടെന്നുള്ള മരണത്തിന്, പെട്ടെന്നുള്ള സ്ട്രോക്ക് വന്നിട്ടുള്ള കുഴഞ്ഞു പോകുന്ന അവസ്ഥ ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ശീലങ്ങളാണ്. അപ്പോൾ ആ ശീലങ്ങൾ നമ്മൾ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. അപ്പോൾ ഡോക്ടറെ ഇതിലൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. പല ആളുകളും ചോദിക്കുന്നതാണ്, ഈ കൊളസ്ട്രോൾ വന്നാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത്. ഇതിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യുക, സിംറ്റംസുള്ള അടയാളങ്ങളൊന്നും ശരീരം കാണിക്കില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സൈൻ എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ശരീരത്തിൽ കൊളസ്ട്രോൾ 300 ആയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നെഞ്ഞുവേദന വന്നു, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വന്ന സമയത്ത് ചിലപ്പോൾ ഡോക്ടർ നിങ്ങളൊന്ന് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ലിവർ ഫംഗ്ഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നോക്കുമ്പോൾ ഈ പറയുന്ന ലെഫ്റ്റ് പ്രശ്നങ്ങളുണ്ട്, ലിവർ എൻസൈം കൂടിയിട്ടുണ്ട്, ഫാറ്റി ലിവറൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടോ, അല്ലെങ്കിൽ യൂറിൻ റിലേറ്റഡ് ആയിട്ടോ, അല്ലെങ്കിൽ പിത്താശയം റിലേറ്റഡ് ആയിട്ടൊക്കെ അത് സ്കാൻ ചെയ്യുന്ന സമയത്താണ് ലിവറിൽ നല്ലോണം ഫാറ്റ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും മാത്രമേ ഇത് പലപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളത് അതിൻ്റെ ഒരു സമയം, അതിൻ്റെ ഒരു സന്ദർഭം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചുറ്റുപാട്, എസ്പെഷ്യലി നമുക്ക് കൂടുതൽ അസുഖങ്ങൾ വരാൻ ചുറ്റുപാട് ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും മധുരവും മറ്റു കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഇടവിട്ടിട്ട് LFT പോലെയുള്ള കാര്യങ്ങൾ ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം നമുക്കത് വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം. എത്രത്തോളം വരുന്നുണ്ട് ശ്രദ്ധിക്കണം. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലും കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യാം, നമുക്ക് കൊളസ്ട്രോൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് കംപ്ലീറ്റ് മാറ്റാനും പറ്റും. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ജീവിക്കാനും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവന്നാൽ നമ്മുടെ ആയുർദൈർഘ്യം കൂടുകയും ചെയ്യും, അസുഖമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് കൊളസ്ട്രോൾ മാറ്റാനുള്ള വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.